പെൺകുട്ടികളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നത്. അവരുടെ സ്കൂള് എന്റെ അമ്മ പഠിച്ച സ്കൂളാണിത്. എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിൽ പോയപ്പോ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കാൻ പറ്റിയ ഒരു ദിവസം. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സന്തോഷം എൻ്റെ അമ്മയുടെ മുഖത്ത് കണ്ടത് ഇപ്പോഴാണ്, ആ പോസ്റ്റർ കണ്ടപ്പോഴാണ്. ഇന്ന് ഭയങ്കര ഭയങ്കര സന്തോഷത്തോടെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന് തന്നെ കൊടുക്കും. ബിക്കോസ് ഇത്രയും വർഷമായിട്ട് ഈ സ്കൂൾ ഇത്രയും 74 ആനിവേഴ്സറി ആഘോഷിക്കുക സെലിബ്രേഷനാണ്, അതൊരു ആഘോഷമാണ്. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, ഓരോ ടീച്ചർമാരുടെയും സാറന്മാരുടെയും പ്രിൻസിപ്പലിന്റെയും ആ ഒരു മാനേജ്മെന്റിന്റെയും ഇത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം അല്ലേ അവർക്ക്. സോ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ വരുന്നുണ്ടോ എന്നെ കൂടെ ഞാൻ കൊണ്ടുപോട്ടെ. അപ്പൊ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ വയ്യ, പക്ഷെ അമ്മ ഇവിടെ സ്പിരിറ്റിലുണ്ട് എനിക്കറിയാം. ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഒരു ഇവന്റിന് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. എല്ലാം ഞാൻ വീഡിയോയും ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിരുന്നത് എൻ്റെ ഫാമിലിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അമ്മ ഇവിടെ സ്വിമ്മിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു, സ്വിമ്മിങ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. എൻ്റെ മാമന്മാരും ഒക്കെ ഇവിടെയാണ് പഠിച്ചത്. അതിലൊരാൾ എയർഫോഴ്സിലായിരുന്നു, പോലീസിലായിരുന്നു, ആർട്സ്, തിയേറ്റർ ഇതിലൊക്കെ ഉണ്ടായിരുന്നു അവർ. അമ്മ 8ാം ക്ലാസ് വരെ അമ്മ ഇവിടെയാണ് പഠിച്ചത്. എന്തൊരു ഭാഗ്യമല്ലേ. ഞാൻ എൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ട്, എൻ്റെ കോളേജിൽ പോയിട്ടുണ്ട് ഗസ്റ്റായിട്ട്. പക്ഷെ എൻ്റെ അമ്മ പഠിച്ച ഒരു, നമ്മുടെയൊക്കെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പഠിച്ച ഒരു സ്കൂളിൽ ചീഫ് ഗസ്റ്റായിട്ട് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഒരു ഭാഗ്യം എന്താ അല്ലേ. ആസ് കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഇതിൽ പരം സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത്, എന്നെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തതിന് ഇവിടെ ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഞാൻ ഇവിടെ വരെ എത്താനുള്ള കാര്യം എന്തായിരിക്കും? എന്തെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തായിരിക്കും ഞാൻ ഇവിടെ വരാൻ കാര്യം, എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ കാര്യം എന്തായിരിക്കും? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? പറയുന്നവർക്ക് ഒരു സമ്മാനം കൈപൊക്കോ? ഇല്ല, ഇതൊന്നും അല്ല. അമ്മ പറഞ്ഞ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഭയങ്കര മിടുക്കന്മാരൊക്കെയാണെന്നാണ്. ഇത്രയില്ല. ആൻഡ് സ്പെഷ്യലി ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അതെന്തായിരുന്നു ആ റിതം എന്തായിരുന്നു? എനിക്കൂടി പഠിപ്പിച്ചു തരുമോ? എന്താ സംഭവം അത് പറഞ്ഞേ, ഒന്ന് അടിച്ചേ. നമുക്ക് ജീവിതത്തിലും വേണ്ട ഒരു കാര്യമാണ് ഈ റിതം, താളം എന്ന് പറയുന്ന കാര്യം അല്ലേ. താളം തെറ്റിപ്പോയാൽ എന്താവും? നമ്മൾ റോഡിൽ കൂടെ പോവാണ്, വണ്ടി ഓടിച്ച് പോവാണ്, ആ താളം തെറ്റി എന്ത് വെച്ചോ? അല്ലെങ്കിൽ ഒരു ട്രെയിൻ പോവാണ്, ആ താളം തെറ്റി എന്ത് വെച്ചോ? ആക്സിഡന്റ് ആവും, മരണം വരെ സംഭവിക്കാം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു താളത്തിൽ പോയില്ലേ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു താളം വേണം എല്ലാ കാര്യങ്ങളും. അതുപോലെ നമ്മൾ ഓടിക്കുന്ന ഇപ്പം വണ്ടിയാണെങ്കിൽ ആ ഡ്രൈവർ സീറ്റിലും ആ സ്റ്റിയറിങ്ങും നമ്മൾ തന്നെ കയ്യിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കൈ വിട്ടുപോകും, പിടി വിട്ടുപോകും. ആൻഡ് അതൊക്കെ പോട്ടെ. ഞാൻ നേരത്തെ ചോദിച്ചത് ഞാൻ എന്താ ഇവിടെ നിൽക്കാൻ കാര്യം? ആരൊക്കെയോ വിചാരിക്കുന്നുണ്ട് ഞാൻ സക്സസ്ഫുൾ, എവിടേക്കോ സക്സസ് എന്ന് പറയുന്ന കാര്യം എനിക്ക് കിട്ടിയെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേര് കൈപൊക്കിയേ? ഞാൻ സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ ആയി, അതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൈപൊക്കിയേ. ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ബാക്കി ബാക്കിലിരിക്കുന്നവര് കൈപൊക്കിയേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒച്ചത്തിൽ സംസാരിക്കണോ? കേൾക്കുന്നുണ്ടോ? അത് വിശക്കുന്നോ? പോണോ? പെട്ടെന്ന് തുരിക്കട്ടെ. വേണ്ട. ഓക്കെ. ആ സക്സസിലോട്ട് എന്നെ എത്തിച്ച എന്താണെന്നറിയാമോ? എന്താ? ഒറ്റ ഞാൻ ഇന്ന് പറയാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കണം. ബിക്കോസ് അതൊരു സീക്രട്ട് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്.
എല്ലാവർക്കും സീക്രട്ട് ഇഷ്ടമല്ലേ? സീക്രട്ട് കേൾക്കാനും ഇഷ്ടമല്ലേ? പക്ഷെ എത്ര പേര് അത് ഷെയർ ചെയ്യും? ഒരു സക്സസിന്റെ സീക്രട്ട് അധികം പേരൊന്നും ഷെയർ ചെയ്യില്ല. പക്ഷെ ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ കേൾക്കുമോ? പ്രോമിസ്? കേട്ടിട്ട് അത് ഫോളോ ചെയ്യുമോ? അത് നിങ്ങൾ എടുക്കുമോ? മനസ്സിലോട്ട് എടുക്കുമോ? അതോ ഈ ചെവി കൂടെ കളയുമോ? എത്ര പേര് കേൾക്കും? യെസ് പറഞ്ഞേ. ഓക്കെ, സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ്. ഓക്കെ, ബിക്കോസ് ഐ ബിലീവ്ഡ് ഇൻ മൈസെൽഫ്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ, ഞാൻ ഇതുവരെ എത്തിയെങ്കിൽ അതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം. നിങ്ങളുടെ പ്രായം ഉണ്ടായിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്താണോ എനിക്കിഷ്ടം അത് ചെയ്യുക എന്നുള്ള കാര്യം. എന്തിലാണോ എൻ്റെ സ്ട്രെങ്ത് അതിലേക്ക് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്താണോ എൻ്റെ സ്വപ്നം, ഡ്രീം, അതിൽ ഉറപ്പിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു എന്നുള്ള കാര്യമാണ്. എത്ര പേർക്കുണ്ട് ഡ്രീംസ്? കൈവയ്ക്കുക. ഡ്രീം ഇല്ലാത്ത ആരും? അയ്യോ, സൂപ്പർ. നമുക്ക് ഡ്രീം ഉണ്ടായാൽ മാത്രം മതിയോ? ഡ്രീം സ്വപ്നം കാണാൻ എളുപ്പമാണ്, അത് മാത്രം മതിയോ? അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയോ? അത് നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഓക്കെ എനിക്ക് ഇതാവണം, എൻ്റെ ജീവിത അഭിലാഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാവേണ്ടതാണ്, അതായാൽ മതി. അങ്ങനെ സ്വപ്നം കണ്ടാൽ മതിയോ? പിന്നെ എന്ത് ചെയ്യും നമ്മള്? അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യം ചുമ്മയല്ല, പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മളിലേക്ക് എത്തും, നമ്മളിലേക്ക് കിട്ടും. അത് സത്യമാണ്. അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ. ബിക്കോസ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡിസൈനർ ആവണം എന്നുള്ളത്. ഞാൻ കുഞ്ഞിലെ നിങ്ങളുടെ പ്രായത്തിൽ പഠിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ മഞ്ജു വാര്യറിന് വേണ്ടി ഡിസൈൻ ചെയ്യും, ഐശ്വര്യ റായ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യും, മമ്മൂക്കയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യും. എൻ്റെ ആദ്യത്തെ പടം ഞാൻ ചെയ്തത് മമ്മൂക്കയുടെ കൂടെയാണ് ഡിസൈൻ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചുമ്മാ എത്തുമോ? നമ്മൾ ആദ്യം നമുക്ക് വിശ്വാസം വേണം. ആ വിശ്വാസം നേച്ചർ നമ്മളിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി നിങ്ങളിൽ ഉണ്ടാവോ? നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുമ്പോൾ. ഇന്നിപ്പം ഞാൻ ജീവിതത്തിൽ ഇപ്പം ബിഗ് ബോസിൽ ഞാൻ പോയില്ലേ? എനിക്കൊരു സംഭവമുണ്ട്, അഗൈൻ സീക്രട്ട്, ഒരു വിഷൻ ബോർഡ്, ഒരു ബോർഡാണ്. ആ ബോർഡിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതിയിടും. എനിക്ക് എന്ത് വേണം, എനിക്ക് എവിടെ പോകണം, എനിക്ക് എവിടെ യാത്ര ചെയ്യണം, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട്, അതെല്ലാം ഞാൻ അതിലിടും. എല്ലാ ദിവസവും രാവിലെ ഞാൻ കാണാറുള്ളത് ആ ബോർഡ്. എന്നിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും എനിക്കത് കിട്ടി എന്ന് പറഞ്ഞിട്ട്. സീസൺ 4 അവരെന്നെ ഇങ്ങോട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ ആ ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. വിശ്വസിക്കുന്നു? പറ്റുന്നുണ്ടോ? സീസൺ 5 ഞാൻ പോയി പങ്കെടുത്തു. ഇതെല്ലാം നമ്മൾ ആ വിശ്വാസം എന്ന് പറയുന്നതാണ് എല്ലാം. അപ്പൊ അതെല്ലാം തുടങ്ങുന്നത് എവിടെയാണ്? നമ്മൾ അല്ലേ? ആണോ? ബോറടിക്കണുണ്ടോ? ചെറുതായിട്ട് ഇല്ല. ഇനി അതിന്റെ കൂടെ നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാം, നമുക്ക് തുടക്കം ഇടാം. അതിനെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുന്നത്. എത്ര ലീഡേഴ്സ് ഉണ്ട്? കൈ പൊക്കിയേ. ഇവിടെ എത്ര ലീഡേഴ്സ് ഉണ്ട്? ആരൊക്കെയാ ലീഡേഴ്സ്? നമ്മളെല്ലാരിലും അതുണ്ട്. നമ്മളെല്ലാരും വ്യത്യസ്തരാണ് അല്ലേ? ഓരോരുത്തർക്ക് സ്ട്രെങ്ത് ഉണ്ടോ? എല്ലാവരും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഇരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റില്ല. നമുക്ക് കൂട്ടിന് ആൾക്കാർ വേണ്ടേ? നമ്മൾ ഈ സ്കൂളിൽ വന്നപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തത് ആരെയെന്നറിയോ?
എൻ്റെ കൂടെ ഉള്ള 30 വർഷത്തോളം ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് നല്ല സുഹൃത്തുക്കളെ നമ്മൾ ചൂസ് ചെയ്യണോ, അതോ നമ്മൾ വേറെ വഴിയിലേക്ക് മോശം വഴിയിലേക്ക് തിരിച്ച് വിടുന്ന സുഹൃത്തുക്കൾ വേണോ? ആരോ വേണ്ടേ? നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന സുഹൃത്തുക്കളാണോ വേണ്ടത്, അതോ അവൾക്ക് പ്രൈസ് കിട്ടി, അവൾക്ക് ഇത് കിട്ടി, അവൾക്ക് ഫസ്റ്റ് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന സുഹൃത്തിനെയാണോ വേണ്ടത്? ആരെയാ വേണ്ടേ? ആരെ വേണ്ട? നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ പോട്ടെ, ടാറ്റാ. ആരെ നമ്മൾ ചൂസ് ചെയ്യണ്ടേ? നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ. ആ ഫ്രണ്ടിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ആ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ കൂട്ടാൻ. ബിക്കോസ് അവരിലുള്ള കുറേ കഴിവുകൾ നമ്മളിലേക്ക് വരും, നമ്മളിലേക്കുള്ള കുറേ പോസിറ്റീവ് കഴിവുകൾ അവരിലേക്ക് പോകും. നിങ്ങൾക്ക് ഒരുമിച്ച് വളരാൻ പറ്റും. മനസ്സിലായോ? കൂട്ടുകെട്ട്. അപ്പം എപ്പോഴും നമ്മൾ നല്ല കൂട്ടുകെട്ട് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായോ? ഒരുപാട് ഇപ്പം ഈ കുട്ടികൾ നമ്മൾ എന്ന് കേൾക്കുന്ന വാർത്തയാണ് ഡ്രഗ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോവുക എന്നുള്ള കാര്യം അല്ലേ? കേൾക്കുന്നില്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? ഒരുപാട് കേട്ടിട്ടില്ലേ ഇത്? നമുക്ക് ലഹരി വേണോ? ലഹരി എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന ട്രാക്കിൽ നിന്ന്, ആ റിതത്തിൽ നിന്ന് നമ്മളെ വേറെ റൂട്ട് ചെയ്യും. അവിടെ എന്ത് വെച്ചും നമ്മുടെ കൈവിട്ടു പോകും. എന്താ ലഹരി ആവേണ്ടത്? നമ്മുടെ ജീവിതം. എന്താ ലഹരി ആവേണ്ടത്? നമുക്ക് നമ്മുടെ ജീവിതം, ലൈഫ് ആയിരിക്കണം നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. അതോ നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രഗ്സിന്റെ ആവശ്യമുണ്ടോ? വേണോ? വേണ്ട. ബിക്കോസ് നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമുക്ക് എത്ര ലൈഫ് ഉണ്ട്? എത്ര ലൈഫ് ഉണ്ട് നമുക്ക്? 2 3 ഒറ്റ ലൈഫ് എല്ലാവർക്കും അറിയാം. ആ ലൈഫിൽ നമ്മൾ എന്തായിത്തീരുന്ന ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കും അല്ലേ? നമുക്ക് എന്താവണമെന്ന് നമ്മൾ തീരുമാനിക്കും. അത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളൊരു കാര്യം. പിന്നെ ഒരുപാട് പേടികൾ ഉണ്ടാവും അല്ലേ നമുക്ക്? നമ്മളൊരു കാര്യത്തിലേക്ക് എടുത്തു വെക്കുമ്പം അയ്യോ നമ്മൾ തോറ്റു പോവോ? എന്താണ് ഏറ്റവും വലിയ പേടിയാവുന്നത്? തോറ്റു പോവോന്ന് പേടിയുണ്ടോ? തോൽവിയിൽ എത്ര പേർക്ക് പേടിയുണ്ടോ? തോറ്റു പോവോന്ന് ഒരു ഇത് കേട്ടിട്ടുണ്ടോ? ഫെയിലേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. എൻ്റെ ജീവിതം തുടങ്ങിയത് തന്നെ ആ തോൽവിയിൽ നിന്നാണ്. ആ തോൽവിനെ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് മുകളിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് വിജയത്തിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫെയിൽ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ കേട്ടോ? ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ, ബട്ട് യു ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ അതിൽ നിന്ന് പഠിച്ച് നമ്മൾ നല്ലതിലേക്ക് മുമ്പോട്ട് പോകും. അപ്പം പേടി എന്ന് പറയുന്ന കാര്യം ഇനി നമുക്ക് വേണ്ട. വേണോ പേടി? വേണോ? വേണ്ട. പേടി വേണോ? വേണ്ട അല്ലേ? നമ്മളിനി ഭയക്കൂല. ഭയം വേണ്ട, നമുക്ക് സ്നേഹം മാത്രം മതി. അപ്പൊ അതൊക്കെ നമുക്കിവിടെ ഒരുപാട് പേര് ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് വീട്ടിലെ പേരൻസ് ഉണ്ട്. എന്തുണ്ടെങ്കിലും നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള എന്താ വ്യത്യാസം? ശബ്ദം അല്ലേ? നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട ഒത്തിരി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ വേറെ നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് തുറന്ന് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ വീട്ടിലോ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നമ്മൾ സംസാരിക്കും, തുറന്ന് സംസാരിക്കും. കേട്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പൊ ചേച്ചി പറഞ്ഞത് മനസ്സിലായോ? ഇനി മുതൽ നമ്മൾ ഡ്രീം ഹൈ, നമ്മൾ എത്രത്തോളം നമുക്ക് വലുതായിട്ട് സ്വപ്നം കാണാൻ പറ്റും, നമ്മൾ അത്രയും വലുതായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു, നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. ആൻഡ് നമുക്കത് ജീവിതത്തിൽ നമുക്ക് എന്ത് വന്നാലും അത് നമുക്ക് കിട്ടും.
അതിലേക്ക് നമ്മൾ നമ്മുടെ 100% ഇടും. കേട്ടോ? പ്രോമിസ്? പ്രോമിസ്? കേട്ടില്ല. അയ്യോ, കുട്ടികൾ ഉറങ്ങിപ്പോയി. പ്രോമിസ്? പിന്നെ വേറെന്താ കേൾക്കണ്ടേ? ഇനി എന്തെങ്കിലും കേൾക്കാനുണ്ടോ? എല്ലാവരും ഹാപ്പി അല്ലേ? സന്തോഷമായിട്ടിരിക്കുക, സ്നേഹിക്കുക. പിന്നെ നമുക്ക് എന്താ ഉള്ളത് അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മാത്രം മതിയോ? ഇല്ല. നമുക്ക് എന്തില്ല എന്നല്ല, നമുക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്താ ഉള്ളത് അത് നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യാം. സ്പെഷ്യലി നോളജ്. ആൻഡ് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടുത്തെ ചെയർപേഴ്സണും അതുപോലെ ഇവിടെ ഇരിക്കുന്ന മുഖ്യ ഇതിലൊക്കെ ഇരിക്കുന്നത് പെൺകുട്ടികളാണെന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് മുമ്പോട്ട് വരട്ടെ. ഇതാണ് കാണേണ്ടത് നമുക്ക്. പിന്നെ വേറെന്താ? ഒത്തിരി സന്തോഷം അഗൈൻ. ആൻഡ് ബിഗ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. 74 ഇയേഴ്സ് ആനുവൽ സെലിബ്രേഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ, ഭാഗമാവാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഈ പറഞ്ഞ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം. ഇനി ഇത് തിരിച്ചു വരില്ല. മനസ്സിലായോ? അപ്പം മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പറ്റട്ടെ. ആൻഡ് പറഞ്ഞ പോലെ ലിവ് യുവർ ഡ്രീം. നമ്മൾ ഡ്രീമിൽ വിശ്വസിക്കുക. ചേസ് യുവർ ഡ്രീംസ്. കേട്ടോ? ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സോഷ്യൽ എന്റർപ്രണറും ചൈൽഡ് ആക്ടിവിസ്റ്റും ഡിസൈനറും ആർട്ടിസ്റ്റുമായ ശോഭ വിശ്വനാഥ് നമ്മുടെ സ്കൂളിൽ വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. മാം ഇവിടെ നമുക്ക് വേണ്ടി ഒരു പ്രസംഗമല്ല, ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ് സംഘടിപ്പിച്ചത്. NKM സ്കൂളിൻ്റെ ഒരു സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി K. അംബിക അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശോഭ വിശ്വനാഥിനെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സൗഹൃദം 2K5 2005 SLC ബാച്ചിലെ കുട്ടികളും ശ്രീമതി ശോഭ വിശ്വനാഥിന് ഒരു സ്നേഹാദരവ് നൽകുന്നുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ഈ സ്കൂളിലെ മുൻ അധ്യാപികയായിരുന്ന നിഷ ടീച്ചറിനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശോഭ വിശ്വനാഥിനെയും ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു മാം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് IV വിജയരാജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ